ഉള്ളതിലേക്ക് പോകുന്നു. സാറിന് കണ്ണ്, മൂക്ക്, കൈയ്യ്, കാല്, ഹൃദയം എല്ലാ ജീവികൾക്കും ഉണ്ട്. എല്ലാ ജീവികൾക്കും ദൈവം കൊടുക്കുന്നു. എല്ലാം ഇതുണ്ടല്ലോ. ആദ്യമായിട്ട് കാറുകളെ കാണുന്നു. അപ്പൊ ഒരു കാറിന് അയാൾ മനോഹരമായിട്ട് പഠിച്ചു. പിന്നെ അയാൾ എന്താ മനസ്സിലാക്കുന്നത്? ഒന്നുങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പിന്നിൽ കാർ കമ്പനി ഒന്നും ഉണ്ടാവില്ല, ടൊയോട്ട, സുസുക്കി, മാരുതി ഒന്നും ഉണ്ടാവില്ല. ഇത് എല്ലാ കാറിനുള്ളല്ലേ, എഞ്ചിൻ എല്ലാ കാറിനും ഉണ്ടല്ലോ, ടയർ എല്ലാ കാറിനും ഉണ്ടല്ലോ. ഒന്നുകിൽ അയാൾക്ക് അങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാം ഇത് ഈ കാറിനുണ്ട്, വേറെ കാറിനുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ കാറും വേറെ കാറുകളും എല്ലാം ഏതൊക്കെയോ കാർ കമ്പനികൾ, എഞ്ചിനീയർമാർ ബ്രെയിന് കൊടുത്തുണ്ടാക്കിയ മനസ്സിലാക്കാം. അഥവാ നമുക്ക് ഇത്രയും മനോഹരമായ സംവിധാനങ്ങൾ ശരീരത്തിൽ കാണുമ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, സ്വാഭാവികമായിട്ട് കിട്ടുന്നതല്ലേ എന്ന ചിന്തയും കൊടുക്കാം. അല്ലെങ്കിൽ ഇത്ര കൃത്യമായ സംവിധാനങ്ങൾ എല്ലാവർക്കും നൽകിയതിന് മുന്നിൽ ആരോ ഇല്ലേ എന്നും ചിന്തിക്കാം. കാറിന്റെ മനോഹാരിതയിൽ നിന്ന് അതിനുണ്ടാക്കിയ സൃഷ്ടാവാണെന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിന്റെ പ്രകൃതിയുടെ ഭൗതിക ലോകത്തിന്റെ മനോഹാരിതയിൽ നിന്ന് അതിനുണ്ടാക്കിയ ഒരു സൃഷ്ടാവാണെന്ന് പറയുന്നത് ലോജിക്കലല്ലേ? ഇവർ ഈ ഉദാഹരണം പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഇവർ കമ്പാരിസൺ നടത്തിയത് വാഹന നിർമ്മാതാക്കളെയും സൃഷ്ടാവിനെയും തമ്മിലാണല്ലോ. വാഹന നിർമ്മാതാക്കൾ എന്ന് പറയുമ്പോൾ എന്തോരം വാഹന നിർമ്മാതാക്കളുണ്ട്. മാരുതി ഉണ്ട്, ടൊയാട്ട ഉണ്ട്, ടാറ്റ ഉണ്ട്, കിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് വാഹന നിർമ്മാതാക്കളുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബഹുദൈവ വിശ്വാസമല്ലേ കറക്റ്റ്? കാരണം വാഹന നിർമ്മാതാക്കൾ ഒത്തിരി ഉണ്ട്, അപ്പോൾ ദൈവങ്ങളും ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബഹുദൈവ വിശ്വാസമാണ് കറക്റ്റ്. അല്ലെങ്കിൽ പിന്നെ വാഹന നിർമ്മാതാക്കൾ എന്ന് പറയത്തില്ല, വാഹന നിർമ്മാതാവ് എന്ന് പറഞ്ഞ ഒരൊരാളല്ലേ പാടുള്ളൂ. അതേസമയം ഈ വാഹനങ്ങൾ തന്നെത്താനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് വാഹനങ്ങളുടെ തമ്മിൽ ഇങ്ങനെ സംയോജിച്ച് കഴിഞ്ഞാൽ വേറൊരു കൊച്ചു വാഹനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ഓക്കെ ആയിരുന്നേ. അതായത് ഈ വാഹനത്തിൻ്റെ നമ്മുടെ ഈ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഈ ഡിപ്സ്റ്റിക് ഊരിയിട്ട് വേറൊരു വാഹനത്തിനകത്ത് കൊണ്ട് കുത്തി കയറ്റി വെച്ചിട്ട് പിന്നെ തിരിച്ചു കൊണ്ട് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വേറൊരു കുഞ്ഞുണ്ടാകും, വേറൊരു വണ്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇവർ ഈ വാഹനമായിട്ട് കമ്പാരിസൺ ഒന്നും നടത്തണ്ട. ഇവർക്ക് പറ്റിയ നല്ല സൂപ്പർ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഓണമാണ്. ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ക്രിസ്മസ് ഓണം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എന്നെ വല്ല ഉരുണ്ടിരിക്കുന്നതോ പരന്നിരിക്കുന്നതോ വല്ല സാധനം വല്ല ആണോ ഓണം? അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസംബർ 31 കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 1-ാം തീയതി എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ന്യൂ ഇയർ എന്ന് വല്ല എഴുതി കാണിക്കുമോ? ഇല്ലല്ലോ. അല്ലേ? ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പൂക്കളം ഇടുന്നു, സദ്യ കഴിക്കുന്നു, പുതിയ ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നു, ഭയങ്കര ആഘോഷമാണ്, ഊഞ്ഞാലാടുന്നു, വട്ടം പറപ്പിക്കുന്നു, ഒരു ആഘോഷമാണ്. പക്ഷെ ഓണം എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ഓണം ഉണ്ടല്ലോ ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല ഉദാഹരണമല്ലേ? അപ്പോൾ അതങ്ങോട്ട് വെച്ച് കീറിക്കോ, ഇത് നല്ല സൂപ്പർ ഉദാഹരണം, മറ്റേനേക്കാളും നല്ലതാണ്. വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ ഉദാഹരണങ്ങൾ വെച്ച് കീറിയാൽ മതി, നിങ്ങൾക്ക് ജയിക്കാം. മനസമാധാനത്തിന് ഏതെങ്കിലും പാർക്കിലോ പോയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഈ മതം വിളമ്പുന്നത് എന്തിനാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. ഓക്കെ, ശരി, നിങ്ങളുടെ മതം തന്നെയാണ് ശരി, അംഗീകരിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ നിങ്ങളുടെ മതത്തിലോട്ട് വരണോ? എന്താ ചെയ്യണ്ടേ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കണം. സാറേ, നിങ്ങൾ പറഞ്ഞ എല്ലാം അംഗീകരിച്ചു, ഒരു സൃഷ്ടാവുണ്ട്, നിങ്ങൾ പറയുന്ന ആ ദൈവം തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ആ മതത്തിലേക്ക് വരണോ? അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താണ് ഉദ്ദേശം?